ലോകരക്ഷകനായ യേശുക്രിസ്തു നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ കർത്താവ്, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ബത്ലഹേമിൽ ജനിച്ചപ്പോൾ കിഴക്ക് നിന്ന വിദ്വാൻമാർ യെരൂശലേമിലെത്തി. അവർ രാജകൊട്ടാരത്തിൽ വന്ന ഹെരോദ രാജാവിനോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവും ഇസ്രായേലിലൊക്കെയും ഭ്രമിച്ചുപോയി ആ വാർത്ത കേട്ട്. രാജാവ് പെട്ടെന്ന് മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും ഒക്കെ വിളിച്ചു വരുത്തി. തിരുവെഴുത്ത് എന്തു പറയുന്നു? എവിടെയാണ് ക്രിസ്തു ജനിക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ച് പറയുവിൻ. അവർ പെട്ടെന്ന് പറഞ്ഞു, അത് ബത്ലഹേമിൽ തന്നെ. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട തിരുവെടുത്ത് മീഖ പ്രവാചകൻ പറഞ്ഞത് അവർ വേഗത്തിൽ എടുത്തു പറഞ്ഞു. യഹൂദിയ ദേശത്തിലെ ബത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഏറ്റവും ചെറുതായിരുന്നാലും എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുവാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് ജനിച്ചപ്പോൾ യേശുവിൻ്റെ ജനനം അറിഞ്ഞ് രക്ഷകൻ വന്നിരിക്കുന്നു എന്നറിഞ്ഞ് യേശുവിനെ നമസ്കരിക്കാൻ വന്നത് യഹൂദന്മാരല്ല, കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നു. യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവർ വേഗത്തിൽ വചനമൊക്കെ എടുത്തു പറഞ്ഞു. വചനത്തെക്കുറിച്ച് നല്ല അറിവുണ്ട്, നല്ല വചന പരിജ്ഞാനമുണ്ട്. പക്ഷെ അവനെ നമസ്കരിക്കാൻ കഴിഞ്ഞില്ല. വിദ്വാൻമാർ യേശുവിനെ കണ്ടു, യേശുവിനെ നമസ്കരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് നല്ലതാണ്, അത്യാവശ്യമാണ്. അത് ഉപകാരപ്പെടും നിശ്ചയം. എന്നാൽ ആ അറിവിൽ മാത്രം ഒതുങ്ങാതെ ആ വചനത്തോട് അനുസരണം കാണിച്ചെങ്കിൽ മാത്രമേ ആ വചനത്തിൻ്റെ നന്മ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവ വചനപ്രകാരം ചുവടുകൾ വയ്ക്കണം. അറിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല. വചനത്തോട് അനുസരണം കാണിച്ചാൽ, വചനം വിശ്വാസമായി പരിണമിച്ചാൽ, വചനപ്രകാരം ചലിക്കാൻ തുടങ്ങിയാൽ ആ വചനത്തിലെ നന്മ നിങ്ങൾ കാണും, ആ വചനത്തിൻ്റെ ശക്തി നിങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷകനായ യേശു ഈ ലോകത്തിൽ വന്നു. നമ്മുടെ പാപം ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുകയാണ്. ലോകത്തോട് വിളിച്ചു പറഞ്ഞു, പിതാവാം ദൈവം പറഞ്ഞത്, പുത്രനായ യേശുവിനെ, രക്ഷകനെ നിങ്ങൾ കാണുന്നുവോ? അവൻ മരിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അവൻ തകർക്കപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ പാപം ചുമന്നിട്ടാണ്. യേശുവേ, അവിടുന്ന് പരിശുദ്ധനാണ്, അവിടുന്ന് രക്ഷകനാണ്. ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവിടുന്ന് മരിച്ചതെന്ന് പറഞ്ഞ് പ്രതികരിക്കാമോ? യേശുവേ, ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുകയാണ്, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാമോ? പ്രിയപ്പെട്ടവരെ, ആ അറിവ്, രക്ഷകൻ വന്നു എന്ന അറിവ്, നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരമാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച്
ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്ന അനുസരണമായ വിശ്വാസ സ്നാനം സ്വീകരിച്ചാൽ, തിരുവചനം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര പേർ ഇന്ന് പകൽ വചനപ്രകാരം ചലിക്കും? എത്ര പേർ ഇന്ന് പകൽ വചനത്തോട് അനുസരണം കാണിക്കും? അബ്രഹാം ദൈവവചനത്തോട് അനുസരണം കാണിച്ച പിതാവാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും അനുസരണം കാണിച്ചവരാണ്. അതിൻ്റെ നന്മയാണ് നാം ഇന്ന് കാണുന്നത്, അനുഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ നിങ്ങൾ അനുസരണം കാണിക്കുമോ? നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, വരും തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾക്കത് ചെയ്യുവാൻ കഴിയുമോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ചില സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കാൻ കഴിയുമോ? ഒരു പക്ഷേ പാരമ്പര്യം നിങ്ങളെ സമ്മതിക്കുകയില്ലായിരിക്കാം, ഈ ലോകം നിങ്ങളെ സമ്മതിക്കുകയില്ലായിരിക്കാം. ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. അനുസരിച്ച് ചുവട് വെച്ചാൽ സർവശക്തനായ ദൈവം തന്നെ നിങ്ങളോട് കൂടെയുണ്ടെന്ന് നിങ്ങൾ അറിയും. ഈ ലോകത്തൊരായിരങ്ങൾ നമ്മോട് കൂടെ ഉള്ളതിനേക്കാൾ, പാരമ്പര്യം നമ്മോട് കൂടെ ഉള്ളതിനേക്കാൾ, വചനം അനുസരിക്കുന്ന നിന്നോടുകൂടെ ദൈവം ഉണ്ടെങ്കിൽ നിന്റെ ജീവൻ ധന്യമാണ്. നീ ഒരു വെളിച്ചമാകും, ആയിരങ്ങൾക്കൊരു വെളിച്ചമാകും, വരും തലമുറയ്ക്ക് ഒരു വെളിച്ചമാകും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.